ഗുഡ് ഈവനിങ്. ഹലോ, സൗണ്ട് പോരാ. വിക്ടർ ടീം നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നില്ല. ഗുഡ് ഈവനിങ്. താങ്ക് യു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുകട്ടെ. ഹൂസ്റ്റൺ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി എന്ന ഈ മഹത്തായ സംഘടന നാഷണൽ ലെവലിൽ അറിയപ്പെടുവാനും ഈ മനോഹരമായ ബിൽഡിംഗ് ഉണ്ടാക്കുവാനും നമുക്ക് ഏവർക്കും അറിയാം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ ലീഡേഴ്സ് ആയിട്ട് വന്നവരും അല്ലാത്തവരുമായിട്ടുണ്ട്. അവരെ എല്ലാവരെയും മനസ്സിൽ ധ്യാനിക്കുകയും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. റെസ്പെക്റ്റഡ് മേയർ റോബിൻ എലക്കാട്ട്, I hope he will be here soon. Mr. HKCS President Mr. Thomas Neittigat, Secretary Jomis, RVB Wills Maplasheri, KCC and HKCS executives and National Council members, dear Houston Gnanaya brothers and sisters. ക്രിസ്തുരാജന്റെ ജനനത്തെ ഘോഷിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുമസിന്റെ മംഗളാശംസകളും അതോടൊപ്പം സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രത്യാശകളുടെയും പുതുവത്സരാശംസകളും നേർന്നുകൊള്ളുന്നു. വിശ്വാസത്തിൽ ഐക്യത്തോടെ നിലകൊള്ളുവാനും വിനയത്തോടെ നേതൃത്വം നൽകുവാനും ലോകത്തിന് വെളിച്ചമായി ജീവിക്കുവാൻ ക്രിസ്തുരാജൻ പഠിപ്പിച്ച ആ പന്താവിലൂടെ നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. HKCSന്റെ നെക്സ്റ്റ് ടേബിളിലേക്ക് നയിക്കുവാനായി മുമ്പോട്ട് വന്നിരിക്കുന്ന പ്രസിഡന്റ് മിസ്റ്റർ സാബു മുളയാനിക്കുന്നേൽ, അതുപോലെ തന്നെ സെക്രട്ടറി, അവരുടെ മൊത്തം കമ്മിറ്റിയുടെ നേതൃത്വം വന്നിരിക്കുന്ന എല്ലാ ഭാരവാഹികളുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിച്ചു കൊടുത്തു. അവരുടെ മുൻപോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും KCCയുടെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊള്ളുന്നു. ഈ കലാ മാമാങ്കത്തിനോടൊപ്പം KCCയുടെ കിക്ക് ഓഫ് നടത്തുവാനുള്ള സന്മനസ് കാണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നമുക്കറിയാം KCCയുടെ സബ് ഓർഗനൈസേഷൻസ് ദേ ഓൾ ഓഫ് ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്സ്. നിങ്ങൾക്കറിയാം KCYലിനെ ആൽവിൻ പിണർക്കയുടെ നേതൃത്വത്തിൽ ഇവിടുന്നുള്ള നമ്മുടെ RVP ഷെറിൽ ചെറുകര ഇവിടെയെല്ലാം നേതൃത്വത്തിൽ ഈയിടെ അറ്റ്ലാന്റയിൽ ഒരു സമ്മിറ്റ് നടന്നു. ആ ഒരു ഇൻസിഡന്റ് പോലും ഉണ്ടാകാതെ അതിമനോഹരമായി കണ്ടക്ട് ചെയ്ത സമ്മിറ്റായിരുന്നു. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. വളരെയധികം കുട്ടികൾ എൻജോയ് ചെയ്തൊരു സമ്മിറ്റാണ്. അവർക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ യുവജന വേദി പുന്നോസ് വഞ്ചിപ്പുക്കലിന്റെ നേതൃത്വത്തിലുള്ള നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായ ആൽവിൻ മുകളെ, ഇവരുടെ നേതൃത്വത്തിൽ ജ്ഞാനായം 25 എന്ന മനോഹരമായ ഒരരങ്ങ് അവർ ഒർലാൻഡോയിൽ ഇറങ്ങേറി. അത് വളരെ അച്ചടക്കത്തോടും കൃത്യനിഷ്ഠയോടും കൂടി നടത്തി. അത് നല്ലൊരു വൻ വിജയമായിരുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ KCWFന്റെ വിമൻസ് ഫോറം, അവരെ പറ്റി എന്ത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയ്ക്കും വേഗതയായിട്ടാണ് അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡാനി പണ്ടാട്ടുമടവും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ കൊടുത്ത വിമൻസ് ഫോറം RVP റിയ കൊട്ടൂരും ഒരു സമ്മിറ്റ് കാൻകുൺ ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് കൺട്രിയിൽ വിമൻസ് ഫോറത്തിന്റെ ഒരു സമ്മിറ്റ് നടത്തിയത്. മെക്സിക്കോയിലുള്ള കാൻകുണിൽ വെച്ചായിരുന്നു. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. അതും ഈ പറഞ്ഞ പോലെയാണ്. പോയവരെല്ലാവരും എൻജോയ് ചെയ്തു, പോകാത്തവർ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലരും പറഞ്ഞു പോകേണ്ടതായിരുന്നു എന്ന്. പക്ഷേ അടുത്ത സമ്മിറ്റിനെങ്കിലും നിങ്ങളെല്ലാവരും വിമൻസ് എല്ലാവരും പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാം KYA, അതായത് നമ്മുടെ കല്യാണം കഴിക്കാത്ത 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സമ്മിറ്റ്, 25 തൊട്ട് കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു സമ്മിറ്റ്, അതായത് ജ്ഞാനായ യൂത്ത് അഡൽട്സ് ലാസ് വെഗാസിൽ ഈ നവംബറിൽ നടത്തുകയും അതുപോലെ തന്നെ വേറൊരു സമ്മിറ്റ് മോൺട്രിയൽ കാനഡയിൽ ഏപ്രിൽ 30 തൊട്ട് മെയ് 3 വരെ നടക്കുന്നതായിരിക്കും. കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിവാഹം കഴിക്കാത്ത 25 മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് സമ്മിറ്റും എത്രയും വേഗം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ കൺവെൻഷൻ, ഞാൻ എൻ്റെ കടമയിലോട്ട് കിടക്കുകയാണ്. 16th KCCയുടെ കൺവെൻഷൻ August 6 to 10 നമ്മുടെ ഫോർട്ട് ലോഡർഡേയിലുള്ള ബ്രാൻഡ് ന്യൂ ആയ ഒമിനി ഹോട്ടലിൽ വെച്ചാണ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത്. ഒമിനി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ December 18 ഇനാഗ്രേഷൻ ചെയ്തത്. 29 ഫ്ലോർസ് ഉള്ളതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കറിയാം 3 ഫ്ലോറുകൾ അതിൽ കൂടെ ഓവർ ബ്രിഡ്ജുണ്ട്. ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓവർ ബ്രിഡ്ജുണ്ട്, വലിയ ഓവർ ബ്രിഡ്ജാണ്. ഓവർ ബ്രിഡ്ജസ് എയർ കണ്ടീഷനാണ്. അതിൽ കൂടെ ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റിലാണ്. നമ്മുടെ കൺവെൻഷൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ
ഡൗൺ ടൗണിലുള്ള ബ്രവാർഡ് കൗണ്ടി കൺവെൻഷൻ സെൻ്ററാണ്. ഫ്ലോറിഡയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കൺവെൻഷൻ സെൻ്ററാണ് ബ്രവാർഡ് കൗണ്ടി കൺവെൻഷൻ സെൻ്റർ. അതുപോലെ തന്നെ അവിടെ വെച്ചാണ് നമ്മൾ താമസ സൗകര്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നത്. അതിനോട് ചേർന്നുള്ള ഹിൽട്ടൺ ഹോട്ടൽ നമ്മൾ ഒരു 150 റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം KCCയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ റേറ്റുകളെല്ലാം നമ്മുടെ പ്രദേശത്തിലൊക്കെ ഒരുപാട് അപ്പായതുകൊണ്ട് നമ്മൾ അവരുടെ കിച്ചൺ ബ്രവാർഡ് കൺവെൻഷൻ സെൻ്ററിൻ്റെ കിച്ചൺ നമ്മൾ 150,000 കൊടുത്ത് ബൈ ഔട്ട് ചെയ്യും. അതുകൊണ്ട് കേരള സ്റ്റൈലിൽ ഉള്ള ഫുഡായിരിക്കും കംപ്ലീറ്റ് നമ്മളവിടെ സെർവ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊച്ചുകുട്ടികളുടെ യൂത്ത് അഡൽട്സ് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഫുഡുകളായിരിക്കും. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പാടായതുകൊണ്ട് നമ്മൾ ഇത്തവണ സിറ്റ് ഡൗൺ ഡിന്നറിന് ക്ലോസിംഗ് സെറമണിക്ക് സിറ്റ് ഡൗൺ ഡിന്നറിന് പകരം ബഫയാണ്. ബഫയാണെങ്കിൽ തന്നെ നിങ്ങളാരും പേടിക്കേണ്ട, സീറ്റ് അസൈൻമെൻറ്റ് ചെയ്ത് നമ്പർ വെച്ചായിരിക്കും കയറ്റിവിടുന്നത്. തിക്കും തിരക്കൊന്നും ഉണ്ടാകത്തില്ല എന്ന കാര്യമായിട്ട് തന്നെ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. പിന്നെ എന്തൊക്കെ വന്നാലും നിങ്ങളെല്ലാവരുടെ സഹകരണം അനുസരിച്ച് തരുന്ന ബഡ്ജറ്റിൻ്റെ ഇൻസൈഡിൽ നിന്നുകൊണ്ടേ ഉള്ളൂ. നിങ്ങളറിയാം, നിങ്ങൾ തന്നിരിക്കുന്ന ഒരു ട്രഷറർ ഏതും പോരാത്തൊരു ട്രഷറെയാണ് ജോജോ തറയിൽ. അദ്ദേഹം ബഡ്ജറ്റിനുള്ളിൽ നിന്നല്ലാണ്ട് ഒരു പൈസ പോലും എക്സ്ട്രാ ചെലവഴിക്കുന്ന പ്ലാൻ ചെയ്തേക്കരുത് നേരത്തെ തന്നെ വാൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കുന്ന മണി ട്രാൻസ്പെറൻ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഏത് സമയം ആവശ്യപ്പെടാം, അത് ജോജോ നിങ്ങൾക്ക് തന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ നിങ്ങൾ എത്ര പേര് കൂടിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. 2012 ഒർലാൻഡോയിൽ കൺവെൻഷൻ നടത്തിയിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്നു. ഇന്നും മനുഷ്യരുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൺവെൻഷനാണ്. നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ പ്രസിഡൻ്റാണ്, അന്ന് കൺവെൻഷൻ ചെയർമാനായിരുന്നു. അപ്പോൾ അതൊക്കെ മേലെ വേണം ഇത്തവണത്തെ കൺവെൻഷൻ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫ്ലോറിഡയിൽ ഒരു കൺവെൻഷൻ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒർലാൻഡോയിൽ നടത്തിയപ്പോൾ നമ്മൾ ബോട്ട് റേസ് വെച്ചായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. ഇത്തവണ നമ്മളൊരു ഗോൾഫ് ടൂർണമെൻ്റ് ആണ്, അതിൻ്റെ പ്ലാനും പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഇതൊക്കെ പൈസ ഉള്ളവരുടെ കളിയാണ്, അതുകൊണ്ട് ഞാൻ ആ മേഖലയിലോട്ട് എത്തുന്നില്ല. അപ്പോൾ ഗോൾഫ് ടൂർണമെൻറ്റ് ഞാൻ പങ്കെടുക്കുന്നതായിരിക്കില്ല. പക്ഷേ ഗോൾഫ് ടൂർണമെൻറ്റിൽ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും രജിസ്റ്റർ ചെയ്ത് വരികയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാനുള്ളത്, ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷനിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ നടത്താൻ താല്പര്യപ്പെടുകയാണ്. കുറച്ചും കൂടി ഒരു ഫാമിലി കൺവെൻഷൻ, കുറച്ചും കൂടെ മിങ്കിൾ ചെയ്യാനുള്ളൊരു അവസരം. നമ്മൾ സാധാരണ കൺവെൻഷനെ കാണുന്ന രാവിലെ 7 മണിക്ക് മാസനം ഓടിയാൽ, പ്രത്യേകിച്ച് ലേഡീസ്, അത് കഴിഞ്ഞാൽ രാത്രി 1 മണിക്കായിരിക്കും റൂമിൽ വരുന്നത്. ഞങ്ങളൊരു 10 അല്ല മാക്സിമം 10:30 എല്ലാ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പറ്റുന്ന സിംഗിൾ ടൂർണമെൻറ്റ് മത്സരങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും. ഓൾസോ this convention is not just an event, it is a celebration of our identity, our unity and our shared faith journey as Knanaya Catholics across North America. To make this convention truly successful, we need your support, your participation, your creativity, your volunteering and your leadership. ഒരിക്കൽ കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഇയർലി രജിസ്റ്റർ ചെയ്യുക. ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വരും കാലങ്ങളിൽ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം പറ്റുന്നവരെല്ലാം സ്പോൺസർഷിപ്പ് എടുക്കുക, സ്പോൺസർ ആയിക്കൊണ്ട് കൺവെൻഷനെ വിജയിപ്പിക്കുക. പിന്നെ ഈ വരാൻ പോകുന്ന കാനായ മാമാങ്കത്തിൽ, അതായത് August 6 to 10 എല്ലാവരെയും ഫോർലോഡിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തൽക്കാലം വിടുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് us Knanaya community.